ഹേ ഓൾ, ഈ ആറ്റുകാൽ പൊങ്കാല ആയപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വ്ളോഗൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു മരണം കാരണം പൊങ്കാല ഇടാൻ പറ്റത്തില്ല. പക്ഷെ വീട്ടിൽ നമ്മുടെ അതിഥികൾ വരുമല്ലോ, നമ്മുടെ സ്ഥിരം അതിഥികൾ, പുതിയ കൂട്ടുകാർ. അങ്ങനെ ഈ ഒരു പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബരിമലയുടെ ഉത്സവമാണെങ്കിലും ഓരോ കുടുംബത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല സാരിയൊക്കെ ഉടുത്ത്, ഇന്ന് ഇച്ചിരി സാരിയൊക്കെ ഉടുത്ത് കുറച്ച് വെയിലൊക്കെ കൊണ്ടാലല്ലേ പൊങ്കാല ആകത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നല്ല കമ്മലൊക്കെ, അവിടെ ആറ്റുകാല് പറമ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ച കമ്മലും ഒക്കെ ഇട്ട് ഇങ്ങനെ രാവിലെ റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഗ്രാമം മൊത്തവും പൊങ്കാല മയത്തിലാണ്. ആ പൊങ്കാലയുടെ എല്ലാ അനുഗ്രഹവും ഇങ്ങനെ മനസ്സിലേറ്റെടുത്ത് എല്ലാവരും അടുപ്പൊക്കെ വെച്ച് തുടങ്ങി. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? വലിയശാല ഗ്രാമത്തിലെ പൊങ്കാല ഒരുക്കങ്ങളൊക്കെ ഏതുവരെ ആയി എന്ന് നോക്കാം. കുഞ്ഞുനാളിലൊക്കെ ഓർമ്മയിലുള്ള പൊങ്കാലയ്ക്ക് ഈ തിരക്കെന്ന് പറയുന്നത് ഇരട്ടിയുടെ ഇരട്ടിയാണ്. എന്തായാലും അത്രയും തിരക്കൊന്നും ഈ 2025 എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ പഴയ കുറേ മെമ്മറീസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ വരുന്ന ഓരോരുത്തരും ഭക്ഷണമൊന്നും കരുതാറില്ല. കാരണം അറിയാം, മുക്കിന് അമ്മയുടെ പേരിൽ, ആറ്റുകാൽ അമ്മയുടെ പേരിൽ അന്നദാനങ്ങൾ നടക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളും ഹാപ്പി ആയിട്ട് ഞാനും അച്ഛനും അമ്മയും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ ആ ദിവസം, പൊങ്കാല ദിവസം തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സിനകത്ത് വിഷമമുണ്ട്, അമ്മയ്ക്ക് വേണ്ടി ഇപ്രാവശ്യം ഒരു പ്രസാദം അർപ്പിക്കാൻ പറ്റിയല്ലോ എന്ന്. പക്ഷേ നമ്മുടെ ഉഷാമ്മ നല്ല പായസവും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മഹേഷ് ഏട്ടൻ്റെ പുതിയ ബിസിനസ്സായ ലാഫ്കോ ബെഡ് ആൻഡ് മാട്രസസിൻ്റെ വിശറിയുടെ ഒരു പ്രൊമോഷനും അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉറ്റവരുടെ മരണത്തിന് ക്ഷേത്രകാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാറില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം പൊങ്കാല ഇല്ലാത്തത്. അതിനുശേഷം പിന്നെ എൻ്റെ വിദ്യ ചേച്ചിയുടെ വീട്ടിലും അവിടെ എല്ലാ വീടുകളിലും പോയി പൊങ്കാല വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഉഷാമ്മയുടെ കൂടെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ പുകയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വന്ദനമോളെ കൊണ്ട് വീട്ടിലാക്കി. അങ്ങനെ ഭണ്ഡാരടുപ്പിൽ തീയൊക്കെ കൊളുത്തി എല്ലാവരും അവരവരുടെ അടുപ്പിൽ തീയൊക്കെ പകർത്തി. അതിനിടയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഹൗ ബ്യൂട്ടിഫുൾ ദേ ആർ. അതിനുശേഷം ഉഷാമ്മേനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. ഈ മൺകലം തിളയ്ക്കുമ്പോൾ കുരവയിടുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു വൈകാരിക ഒരു നിമിഷമാണ്. ആറ്റുകാലമ്മയുടെ എല്ലാ അനുഗ്രഹവും ആ കലങ്ങളിലേക്ക് വരുന്നു എന്ന വിശ്വാസം തന്നെയാണ്. കാന്തളൂർ മഹാദേവ ക്ഷേത്രത്തിനകത്തും ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ മുരുകൻ മാമൻ്റെ വീട്ടിൽ അന്നദാനമൊക്കെ തുടങ്ങി. അവിടെ പോയി കുറച്ച് നേരം നിന്നു. അവർ മാംഗോ പൾപ്പ് ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും കുടിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു കേട്ടോ. നമ്മൾ എത്ര വളർന്നാലും മനസ്സുകൊണ്ട് എപ്പോഴും കുട്ടികളായിരിക്കും എന്ന് പറയുന്ന പോലെ എനിക്ക് ഇത്ര വയസ്സായി എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എപ്പോഴും എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻജോയ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ മുരുകൻ മാമൻ്റെ അവിടെ പോയി അന്നദാനവും ജ്യൂസും ഒക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഇടയ്ക്ക് കുറച്ച് വിഷ്വൽസും ഒക്കെ എടുത്തു. ഇനി ഒരു പ്രധാന പണിയുണ്ട്. അമ്മേ ശരണത്തിൻ്റെ 16-ാം വർഷം അന്നദാന പെരുമ എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അങ്ങനെ സേതേട്ടൻ്റെ അടുത്തൊക്കെ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ നോമ്പായിട്ടും ചേട്ടൻ വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങി. ഹായ് ഗായ്സ്, എനിക്കിന്ന് പൊങ്കാല ഇല്ലാത്തതുകൊണ്ട് വി ആർ ചില്ലിങ് അറ്റ് നമ്മുടെ കൃഷ്ണയുടെ വീട്ടിൽ. ഇവൾക്ക് വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല ഈ പൂക്കിക്ക്. പക്ഷേ
ഫോർ മീ ഷീ ഈസ് പോസിങ് അല്ലേ? കണ്ടോ എന്നെ നോക്കാതെ നോക്കുന്നത്. ഹായ് പറ, ഹായ്. ഇതാണ് അമ്മേ ശരണത്തിൻ്റെ അന്നദാന പെരുമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സ്പോട്ട്ലൈറ്റ് ന്യൂസിലും എൻ്റെ ചാനലിലൂടെയൊക്കെ വരും. ഈ ഒരു അന്നദാന പെരുമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷേ ഇവർ നടത്താൻ തുടങ്ങി ഇപ്പോൾ 16 വർഷമായി. സോ അതും ഹാപ്പിലി ഷൂട്ട് ചെയ്ത് എനിക്ക് ആ മൈക്കൊക്കെ വെച്ച് പറയുമ്പോൾ ആ റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നെ വീണ്ടും ഇവിടുത്തെ അന്നദാനം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. അതും നന്നായിട്ട് ഷൂട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് തന്നെ പോയി. എല്ലാം കഴിഞ്ഞ് ഉഷാമ്മ പോകുമ്പോഴാണ് പൊങ്കാല കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സ്ട്രൈക്ക് ആവുന്നത്. എന്തായാലും എൻ്റെ ആറ്റുകാൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇമോട്ടീവ് വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.